സൈനിക ചരിത്രത്തിൽ അമേരിക്കയുടെ വ്യോമശക്തി എന്നും ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇറാൻ അതിർത്തിക്കുള്ളിൽ ഒരു അമേരിക്കൻ F-15E സ്ട്രൈക്ക് ഈഗിൾ തകർക്കപ്പെട്ടുവെന്ന വാർത്ത അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന F-15E ഇത്തരത്തിൽ വീഴ്ത്തപ്പെട്ടത് അമേരിക്കയുടെ ആകാശത്തെ ആധിപത്യത്തിന് മേൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. ഇറാന്റെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ തന്ത്രങ്ങളാണ് ഈ സംഭവത്തിലൂടെ പുറത്തുവരുന്നത്. സാധാരണയായി ഒരു വിമാനം വെടിവെച്ചിടുന്നതിന് മുൻപ് റഡാർ സിഗ്നലുകൾ അയച്ച് അതിനെ കണ്ടെത്തുകയാണ് പതിവ്. എന്നാൽ ഇറാന്റെ പുതിയ സംവിധാനം റഡാറുകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്. ഇത് അമേരിക്കൻ പൈലറ്റുമാർക്ക് യാതൊരുവിധ മുന്നറിയിപ്പും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ഇറാന്റെ ഈ പുതിയ കരുത്തിന് പിന്നിൽ ഇൻഫ്രാറെഡ് ട്രാക്കിംഗ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നും പുറപ്പെടുന്ന താപോർജ്ജത്തെ തിരിച്ചറിഞ്ഞാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. വിമാനങ്ങളിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങൾക്കായി കാത്തുനിൽക്കാതെ അവ പുറത്തുവിടുന്ന ചൂട് മാത്രം പിന്തുടരുന്നതിനാൽ വിമാനത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല. റഡാർ സിഗ്നലുകൾ പുറപ്പെടുവിപ്പിക്കാത്തതിനാൽ ഇതിനെ പാസീവ് സെൻസറുകൾ എന്ന് വിളിക്കാം. സാധാരണ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനത്തിലേക്ക് തരംഗങ്ങൾ അയക്കുമ്പോൾ വിമാനത്തിലെ ഇൻസ്ട്രുമെന്റുകൾ അത് തിരിച്ചറിയുകയും പൈലറ്റിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. എന്നാൽ ഇറാന്റെ ഈ നിശബ്ദ സംവിധാനം യാതൊരു തരംഗങ്ങളും പുറത്തുവിടാത്തതിനാൽ പൈലറ്റ് ആക്രമിക്കപ്പെടാൻ പോകുന്നു എന്ന കാര്യം തിരിച്ചറിയുന്നതേയില്ല. ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധം പല അടരുകളായി തിരിച്ചിരിക്കുകയാണ്. പാസീവ് സെൻസറുകളെ ഈ ശൃംഖലയുമായി കൂട്ടിയിണക്കിയതോടെ ഇറാൻ അതിർത്തിയിലേക്ക് കടന്നു കയറുന്ന ഏത് വിമാനവും നിമിഷങ്ങൾക്കുള്ളിൽ ഇറാന്റെ കണ്ണുകളിൽപ്പെടും. മിസൈലുകൾ വിക്ഷേപിക്കുന്നത് വരെ വിമാനം കണ്ടെത്തപ്പെട്ടു എന്ന കാര്യം ശത്രു സൈന്യം അറിയുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും ഭീകരമായ വശം. ആധുനിക യുദ്ധവിമാനങ്ങളുടെ ആണിക്കല്ലായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്ക് പോലും ഈ പുതിയ കണ്ടുപിടുത്തം ഭീഷണിയാകുന്നു. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ സാധിക്കുന്ന F-35 പോലുള്ള വിമാനങ്ങൾ പോലും എഞ്ചിനിൽ നിന്നും ചൂട് പുറത്തുവിടുന്നുണ്ട്. അതിനാൽ തന്നെ റഡാറിനെ വെട്ടിച്ചാലും ഇറാന്റെ ഹീറ്റ് ട്രാക്കിംഗ് സംവിധാനത്തെ വെട്ടിക്കാൻ ഈ അത്യാധുനിക വിമാനങ്ങൾക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുയരുന്നു. സൈനികാധിപത്യത്തിന്റെ പാതയിൽ ഇറാൻ കൈവരിച്ച ഈ മുന്നേറ്റം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് ഏത് രാജ്യത്തും കടന്നു ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ടെന്ന വിശ്വാസത്തിനാണ് ഇവിടെ പോറലേറ്റിരിക്കുന്നത്. F-15E പോലുള്ള ഒരു വിമാനം തകർക്കപ്പെട്ടത് അമേരിക്കൻ സൈനിക നേതൃത്വത്തെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുകയാണ്. ഇറാന്റെ സൈനിക സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്നത് എങ്ങനെയെന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും സ്വന്തമായി ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ഇറാന് സാധിച്ചു എന്നത് അവരുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ തെളിവായി കരുതപ്പെടുന്നു. റഷ്യൻ അല്ലെങ്കിൽ ചൈനീസ് സാങ്കേതിക വിദ്യയുടെ സഹായം ഇതിന് പിന്നിലുണ്ടോ എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. ഈ സംഭവം വരും കാല വ്യോമയുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റിയേക്കാം. ഇനി മുതൽ വിമാനങ്ങളുടെ വേഗതയോ റഡാറിനെ വെട്ടിക്കാനുള്ള ശേഷിയോ മാത്രം പോരാ, മറിച്ച് എഞ്ചിനിൽ നിന്നുള്ള താപം കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യ കൂടി വികസിപ്പിക്കേണ്ടി വരും. അമേരിക്കൻ വ്യോമസേനയ്ക്ക് തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ ഡിസൈനിലും പ്രവർത്തന രീതിയിലും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അമേരിക്കൻ ഭരണകൂടവും ട്രംപും ഈ വിഷയത്തിൽ കടുത്ത ആശങ്കയിലാണ്. സൈനികമായ മേൽക്കോയ്മ നഷ്ടപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ കാരണമാകും. ഇറാന്റെ ഈ പുതിയ കരുത്തിനെ മറികടക്കാൻ എന്ത് തന്ത്രമാണ് അമേരിക്ക സ്വീകരിക്കുക എന്നത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് സൈനിക സാങ്കേതിക വിദ്യയിലെ പുതിയൊരു മത്സരത്തിന് തുടക്കമിട്ടേക്കാം. ഇറാന്റെ ഈ നിശബ്ദ പ്രതിരോധ സംവിധാനം അമേരിക്കൻ വ്യോമശക്തിയുടെ കരുത്തിനെ കുറച്ചു കാണിക്കുക മാത്രമല്ല, ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഭീഷണികളെ എങ്ങനെ നേരിടുമെന്നത് ലോകത്തിലെ എല്ലാ വലിയ സൈനിക ശക്തികൾക്കും ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളിയാണ്.